നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലൊരു ഈന്തപ്പനത്തോട്ടം. താരതമ്യേന ചെറിയൊരു ഈന്തപ്പനത്തോട്ടമാണ്. സൗദി അറേബ്യയെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ മുൻനിര ഈന്തപ്പന ഇനങ്ങളുണ്ടാകുന്ന, അതുപോലെ തന്നെ ഏറ്റവും വലിയ ഈന്തപ്പഴ തോട്ടങ്ങളുള്ള വലിയൊരു രാജ്യമാണ് സൗദി അറേബ്യ. ഇവിടുത്തെ ഈന്തപ്പഴങ്ങളുടെ രുചി ലോകമെമ്പാടും പ്രസിദ്ധമാണ്. വിവിധ ഇനത്തിലുള്ളവ, വിവിധ വർഗത്തിൽപ്പെട്ട ഈന്തപ്പനകൾ. എങ്കിലും ഞാനിന്ന് നമ്മുടെ ആൺപൂവ്, അതായത് ഈന്തപ്പനകൾ എന്ന് പറയുന്നത് ആൺപനയും പെൺപനയും വ്യത്യസ്തമാണ്. തെങ്ങ് പോലെയോ കവുങ്ങ് പോലെയോ അല്ല. ആൺസസ്യവും പെൺസസ്യവുമുണ്ട്. നമ്മുടെ ഓമയുടെ കാര്യം പറയുന്നത് പോലെ ഇതിൽ ഈന്തപ്പനയുടെ ആൺപൂവാണിത്. ആൺപൂ എന്ന് പറഞ്ഞാൽ അത് വിരിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ താഴമ്പൂ പോലെ, കൈതപ്പൂ പോലെയൊക്കെയുള്ള ഒരു വശ്യ സൗന്ദര്യമാണ് അതിനുള്ളത്. എന്നാൽ പെൺപൂ ആകട്ടെ വിരിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ തെങ്ങിൻ പൂക്കലയ്ക്ക് സമാനമായ രീതിയിലാണ്. ഇത് പെൺപൂവാണ്. തെങ്ങിൻ പൂവിന് പൂക്കല. എന്നാൽ ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആൺപൂവും പെൺപൂവും രണ്ട് വ്യത്യസ്ത മരങ്ങളിലായതുകൊണ്ട് തന്നെ ഇതിൽ പലപ്പോഴും പോളിനേഷൻ, പരാഗണം നടക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. നാട്ടിലാകുമ്പോൾ ആ പ്രശ്നമില്ല, കാലാവസ്ഥയൊക്കെ വളരെ അനുകൂലമാണ്. പക്ഷെ ഇവിടെ അതിഭയങ്കരമായ ചൂടും അതുപോലെ അതിന് മുമ്പുള്ള അതിഭയങ്കരമായ ശൈത്യവും ഒക്കെ ഉണ്ട്. പലപ്പോഴും ഷഡ്പദങ്ങളുടെ ആവാസത്തിന് ഉണ്ട്. ഇപ്പോൾ തണുപ്പ് മാറി വരുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ ഷഡ്പദങ്ങളുണ്ട്. പക്ഷേ എല്ലാ ഈന്തപ്പനകളും ഒന്നും ഇപ്പോൾ കുലച്ചു തുടങ്ങില്ല. ഒരു മാസം കൂടെയൊക്കെ എടുത്ത് മാർച്ച് ഒരു അവസാനത്തോടെ, ഏപ്രിൽ ആദ്യത്തോടെയാണ് മുഴുവൻ പൂത്തിറങ്ങുന്നത്. ആ സമയത്ത് പക്ഷേ ചൂടിൻ്റെ ആധിക്യം മൂലം ഷഡ്പദങ്ങളുണ്ടാവില്ല, പരാഗണം നടക്കില്ല. അതുകൊണ്ട് ഇത് തന്നെ കൃത്രിമ പരാഗണമാണ് ഇതിലെല്ലാം സാധ്യമായത്. മനുഷ്യർ തന്നെ അതിൽ ആൺപൂവ് കൊണ്ടുവന്ന് ഈ പെൺപൂവിൽ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. തന്നെ ഇതല്ലേ കൃത്രിമ പരാഗണം നിർത്തിയിരിക്കുന്നതാണ്. അവയെല്ലാം ആൺപൂവിൽ കൊണ്ടുവന്ന് പെൺപൂവിൽ കെട്ടി നിർത്തിയിരിക്കുകയാണ്. അതുപോലെ പരാഗണം നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ഇതേപോലെ ശോഷിച്ച് വലിപ്പം കുറഞ്ഞ്, അതുപോലെ ശോഷിച്ച് കുലകൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഈന്തപ്പനകളുടെ കാര്യത്തിൽ ഇത് ഏണി കണ്ടില്ലേ, ഈ ഏണിയിലൂടെ അത് കയറാൻ സൗകര്യം, അല്ലാതെ കയറുന്നവരുണ്ട്, ഈന്തപ്പന കയറുന്നവരുണ്ട്. അതിൻ്റെ പ്രത്യേകം കത്തി, അതുപോലെ ഇതൊരു കത്തിയാണ്. അതിൻ്റെ ഈന്തപ്പനയുടെ ഈ ഓലയും മടലൊക്കെ വെട്ടിക്കളയാനുള്ള കത്തി. പിന്നെ ഉണ്ട് ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്ക് ഓരോതെല്ലാം വന്ന് വൃത്തിയാക്കുന്നുണ്ട്. ഓലയിലൊരു കുരുവി കൂട് കൂട്ടുന്നതിന്, കുരുവി മുട്ടയൊന്നുമില്ല, കുരുവി മുട്ട വിരിഞ്ഞൊക്കെ പോയിരിക്കുന്നു. ഓലയിലൊക്കെ ഇത് ചില അടയ്ക്ക കുരുവി പോലെയൊക്കെയുള്ള ചില പക്ഷികളുണ്ട്, ചെറിയ പക്ഷികളുണ്ട്. അവ ഈ ആവാസ വ്യവസ്ഥയിലങ്ങ് ജീവിച്ചു പോകുന്നവയാണ്. ഇതാണ് ഈന്തപ്പഴത്തിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും ലോകത്തിലെ തന്നെ വലിപ്പമേറിയ കായകളുള്ള, വിവിധ നിറത്തിലുള്ള കായകളുള്ള വിശേഷപ്പെട്ട അജ്വ പോലെയുള്ള വിശേഷപ്പെട്ട ഈന്തപ്പനകളൊക്കെ സൗദി അറേബ്യയിലുണ്ട്. അപ്പം ഇത് സ്വാഭാവികമായും ചെറിയൊരു ഈന്തപ്പനത്തോട്ടമാണിത്. ഇത് വെള്ളമൊക്കെ ഒഴിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാ പനയുടെ ചുവട്ടിലേക്ക് വെള്ളം കടന്നു വരത്തക്ക രീതിയിൽ പൈപ്പുമൊക്കെ ഇട്ടിരിക്കുകയാണ്. സമയത്തത് ഓൺ ചെയ്യും, എല്ലായിടത്തും കൃത്യമായിട്ട് വെള്ളം എത്തുകയൊക്കെ ചെയ്യും. ചാലുകൾ കീറിയിട്ടുണ്ട്. അങ്ങനെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന ഒരു തോട്ടം കൂടിയാണിത്. എന്തായാലും ഇനി കൂടുതൽ വിശേഷങ്ങൾ, ഇനി എന്തായാലും ഈന്തക്കുലകളായി കഴിഞ്ഞു. ഇപ്പോൾ ഇത് പരാഗണത്തിൻ്റെ സ്റ്റേജേ ആയിട്ടുള്ളൂ. ഇനി ഈന്തപ്പനകൾ എല്ലാം നിറഞ്ഞ് സ്വർണ്ണവർണ്ണത്തിലും നല്ല ചുവന്ന നിറത്തിലുമൊക്കെ നിൽക്കുന്ന ഈന്തക്കുലകളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും വരാം. തൽക്കാലം ഇതിന് ഞാൻ വിടവാങ്ങുകയാണ്. ഹായ്, ഇതൊക്കെ പിരിഞ്ഞിറങ്ങുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും അല്ലേ. സന്തോഷം. ഈ സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.